Dear NIOS students, political science വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്രൈം മിനിസ്റ്ററുടെ അധികാരങ്ങളെക്കുറിച്ച് എഴുതുക എന്നുള്ളത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് ദ പൊസിഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് എനി 6 പവേഴ്സ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒരുപക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അതായത് പവേഴ്സ് എന്നുള്ളതിന് പകരം റോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പവർ ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാം. അങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പറയുന്ന ആൻസറാണ് നിങ്ങൾ എഴുതാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഈ സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേര്, എനിക്കറിയാം, പേഴ്സണലി വന്നിട്ടായാലും അല്ലെങ്കിൽ നമ്മളെ ചാനലിലൂടെ ആയാലും ഒരുപാട് പേര് വീഡിയോ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത്രയും പേര് ആ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമമാണ്. കാരണം നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അത്രയും സമയമെടുത്ത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ അത്രയും നിങ്ങൾക്കായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് വീഡിയോ ആയിക്കോട്ടെ, നമുക്കൊരു വീഡിയോ ഉപയോഗപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ആ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ളൊരു കമൻറ്റ് കൊടുക്കുക, അത്രയും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പവേഴ്സ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. അതിനു മുമ്പ് നമുക്ക് പ്രധാനമന്ത്രിയുടെ നിയമനത്തെക്കുറിച്ച്, അതായത് ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനെ പ്രധാനമന്ത്രിയായി ആരാണ് നിയമിക്കുന്നത്? പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. എന്നിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് മറ്റു മന്ത്രിമാരെ പ്രസിഡന്റ് നിയമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനെ പ്രധാനമന്ത്രിയായി ആര് നിയമിക്കുന്നു? പ്രസിഡന്റ് നിയമിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് മറ്റു മന്ത്രിമാരെ പ്രസിഡന്റ് നിയമിക്കുകയും ചെയ്യുന്നത്. ഈ പ്രധാനമന്ത്രിക്ക് ഒട്ടേറെ അധികാരങ്ങളുണ്ടല്ലേ. ഇതിൽ 6 പവേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നു, 6 അധികാരങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും ഒരുപാട് അധികാരങ്ങൾ ആർക്കുണ്ട്? ഒരുപാട് അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്രമന്ത്രിസഭയിലെയും ഗവൺമെൻറ്റിലെയും അധികാര കേന്ദ്രം തന്നെയാണ് ആരെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി. മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവർക്കുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും പ്രധാനമന്ത്രിയാണ്. ഓരോ പോയിൻറ്റും നിങ്ങൾ ഓർത്തെടുത്ത് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഇപ്പോൾ ഇത് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ഇത് എക്സാമിന് വേണ്ടിയിട്ടല്ലാതെ നമുക്ക് എന്താണ് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെയും ഗവൺമെൻറ്റിലെയും അധികാര കേന്ദ്രമാണ് പ്രധാനമന്ത്രി. മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ അവർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരിക്കും? അവർക്ക് വകുപ്പുകൾ മാറ്റി നൽകുന്നതിനും അല്ലെങ്കിൽ അവരോട് രാജി വയ്ക്കാൻ ആവശ്യപ്പെടാനും ഒക്കെ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. ഇനി കേന്ദ്രമന്ത്രിസഭയിലെയും അതുപോലെ കേന്ദ്രമന്ത്രിസഭയും പ്രസിഡൻറ്റുമായിട്ടുള്ള ലിങ്കായി, ഇടയ്ക്കുള്ള ഒരു ഇടനിലക്കാരൻ, അങ്ങനെ കേന്ദ്രമന്ത്രിസഭയും പ്രസിഡൻറ്റുമായിട്ടുള്ള ലിങ്കായി പ്രവർത്തിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എന്താണ് ക്യാബിനറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ക്യാബിനറ്റ് പ്രധാനമന്ത്രിയാണ് രൂപീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് മന്ത്രിസഭയുടെ പങ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അല്ലാതെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഭരണകേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം മുതിർന്ന മന്ത്രിമാരുടെ അനൗദ്യോഗിക ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ഈ ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് ഉള്ള അല്ലെങ്കിൽ പ്രാധാന്യമേറിയ നിയമനിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഭരണകേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം മുതിർന്ന മന്ത്രിമാരുടെ അനൗദ്യോഗിക ഒരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്യാബിനറ്റ്. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ്? ഈ ക്യാബിനറ്റാണ്. ഒരുപാട് പ്രാധാന്യമുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം നടത്തുന്നതിൻ്റെയും അത് നീട്ടിവെക്കുന്നതിൻ്റെയൊക്കെ തീയതികൾ നിശ്ചയിക്കുന്നതൊക്കെ ഈ ക്യാബിനറ്റാണ്. അതുപോലെ പ്രസിഡൻറ്റിനോട് ഓർഡിനൻസ്
പുറപ്പെടുവിക്കാൻ ശുപാർശ ചെയ്യുന്നത് ക്യാബിനറ്റാണ്. ഇതുപോലെ ഒരുപാട് നമ്മുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ദേശീയ നയരൂപീകരണവും എല്ലാ മന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ക്യാബിനറ്റാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ക്യാബിനറ്റിനെ കുറിച്ച് എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയത്തെ തീരുമാനിക്കുന്നത് ക്യാബിനറ്റാണ്. അന്തർദേശീയ കരാറുകളും മറ്റും അംഗീകരിക്കുക, വിവിധ രാജ്യങ്ങൾക്കായിട്ടുള്ള അംബാസഡർമാരുടെ നിയമനത്തിൽ പ്രധാന പങ്ക് വഹിക്കുക, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ ക്യാബിനറ്റിൻ്റെ പ്രവർത്തന പരിധിയിലാണ്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഭരണകേന്ദ്രമായിട്ടുള്ള ഒരു വിഭാഗം മുതിർന്ന മന്ത്രിമാരുടെ ഔദ്യോഗികമല്ലാത്ത, അതായത് അനൗദ്യോഗികമായ ഘടകമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നതും ആരായിരിക്കും? ഈ ക്യാബിനറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്യാബിനറ്റിലേക്ക് പോയതല്ലേ. കേന്ദ്രമന്ത്രിസഭയും പ്രസിഡൻറ്റുമായിട്ടുള്ള ലിങ്കായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ഈ ക്യാബിനറ്റ്, അത് പറഞ്ഞാണ് നമ്മൾ അതിലോട്ട് പോയത് കേട്ടോ. ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. ഈ ക്യാബിനറ്റിൻ്റെ അംഗങ്ങളെ എന്ത് ചെയ്യുന്നു? ഈ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ, അതായത് ഈ ക്യാബിനറ്റിലുള്ള അംഗങ്ങൾ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയാണ് പ്രസിഡൻറ്റിനെ അറിയിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രിയുടെ അനുവാദം കൂടാതെ ഒരു മന്ത്രിമാർക്കും പ്രസിഡൻറ്റിനെ നേരിട്ട് സന്ദർശിക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയില്ല. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രസിഡൻറ്റ് ലോകസഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ലോകസഭയുടെ നേതാവ് മാത്രമല്ല, രാജ്യത്തിൻ്റെ നേതാവ് കൂടിയാണ്. ഇനിയും ഒട്ടനവധി അധികാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി വിപുലമാക്കി എഴുതാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഇത് ഓരോ പോയിൻറ്റ്സ് മാത്രമാണ് പറയുന്നത്, ഈ പോയിൻറ്റ്സിൽ നിന്നും അതിനെ വിശദമായിട്ട് എഴുതാൻ, ആശയം വിപുലീകരിച്ച് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ചെയ്യാനുള്ളത്. അതുപോലെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ എഴുതേണ്ടുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ആ ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. മാക്സിമം നിങ്ങൾ പേപ്പർ എഴുതി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഏതാണോ അത് ആ ആൻസറിൻ്റെ നമ്പർ ഇട്ട് തന്നെ എഴുതുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ് നമ്മൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വിപുലീകരിച്ച് എഴുതാനുള്ള ഒരു കഴിവ് കൂടി വേണം. അത് നമ്മൾ ഡെയിലി പത്രവായനയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ വായിക്കുന്നവർക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലതായി എഴുതാനുള്ള ഒരു പരിശീലനം കൂടി നിങ്ങൾ നേടിയെടുക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെയും ഗവൺമെൻറ്റിലെയും അധികാര കേന്ദ്രമാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രിസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവർക്കുള്ള വകുപ്പുകൾ, ഓരോ മന്ത്രിക്കുമുള്ള വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഈ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അഴിമതി കാണുക, ഏതെങ്കിലും മോശമായ പ്രവൃത്തി, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രിക്ക് മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തി തോന്നാതിരിക്കുക അല്ലെങ്കിൽ തൃപ്തികരമല്ലെങ്കിൽ അവർക്കുള്ള വകുപ്പുകൾ മാറ്റി നൽകാം. അല്ലെങ്കിൽ ഏത് മന്ത്രിയാണോ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ വരെ പ്രധാനമന്ത്രിക്ക് പവർ ഉണ്ട്. കേന്ദ്രമന്ത്രിസഭയും പ്രസിഡൻറ്റുമായിട്ടുള്ള ലിങ്കായിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രിയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ അനുവാദം കൂടാതെ ഒരു മന്ത്രിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രസിഡൻറ്റിനെ നേരിട്ട് പോയി സന്ദർശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അതിനിടയ്ക്കുള്ള ലിങ്ക് എന്നുള്ള രീതിയിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? പ്രധാനമന്ത്രിയാണ്. മനസ്സിലായല്ലോ? അതുപോലെ കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ കൂട്ടി ക്യാബിനറ്റ് രൂപീകരിക്കുന്നു. ആ ക്യാബിനറ്റ് എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റോ ഗൈഡോ ഉള്ളവർ കൂടുതലായിട്ട് അത് മനസ്സിലാക്കി വയ്ക്കുക.
ഈ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയാണ് ആരെ അറിയിക്കുന്നത്? പ്രസിഡൻറ്റിനെ അറിയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അനുവാദം കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രസിഡൻറ്റിനെ സന്ദർശിക്കുവാൻ പോലും ഒരു മന്ത്രിക്ക് അനുവാദം ഉണ്ടായിരിക്കുകയില്ല. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകസഭാ സമ്മേളനം പ്രസിഡൻറ്റ് വിളിച്ചു കൂട്ടുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ലോകസഭയുടെ നേതാവ് മാത്രമല്ല, രാജ്യത്തിൻ്റെ നേതാവ് കൂടിയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി അദ്ദേഹത്തെ അതായത് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരുന്നു? ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനെ ആണ് ആരായിട്ട് പ്രധാനമന്ത്രിയായി പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. ലോകസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ തലവനാണ് പ്രധാനമന്ത്രി, പ്രസിഡൻ്റാണ് നിയമിക്കുന്നത്. എന്നിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം മറ്റു മന്ത്രിമാരെ പ്രസിഡൻറ്റ് നിയമിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദ പവർ, ഫങ്ഷൻ ആൻഡ് റോൾ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ പൊസിഷൻ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് 6 പവേഴ്സ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൻസർ തന്നെ എഴുതണം. ഇതിനെ കുറച്ചുകൂടി വിപുലമാക്കി എഴുതാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.